സർ, ബാങ്കിങ് മേഖലയിൽ നിരവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഹാക്കിംഗ് ഉൾപ്പെടെ, ഫിഷിംഗ്, അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ ചെന്ന് നമ്മൾ മാക്സിമം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ബാങ്കിങ് മേഖല മാത്രമല്ല, ഇതിപ്പം ഓൺലൈൻ വന്നതോടുകൂടി പിന്നെ ഓൺലൈൻ രംഗത്തുള്ള തട്ടിപ്പുകളും വളരെയധികം കൂടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ നമുക്കിപ്പം വലിയ ഒരു സൗകര്യമാണ് ഈ പിന്നെ ഓൺലൈനിലൂടെ അതല്ലെങ്കിൽ ഈ IT മേഖലയിലുള്ള വിപ്ലവം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. വലിയ വലിയ സൗകര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ അതിലെ തട്ടിപ്പുകളും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും വിരൽത്തുമ്പിലാണ് ബാങ്കിങ്. നമുക്കറിയാം, പലപ്പോഴും ഇപ്പോൾ ബ്രാഞ്ചുകൾ തന്നെ പലരും കുറച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബ്രാഞ്ചിൽ പോകേണ്ട ആവശ്യം ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാങ്കുകൾ തന്നെ അവരുടെ ബ്രാഞ്ചുകൾ കുറച്ച് ഓൺലൈൻ ബാങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എപ്പോഴും നമ്മൾ ഈ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിൽ കൂടെ മാത്രം നമ്മൾ ട്രാൻസാക്ഷൻ നടത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ഓൺലൈൻ ബാങ്ക് രണ്ട് തരത്തിലാണല്ലോ ഓൺലൈൻ. ഒന്ന്, ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻസ്, അത് മൊബൈൽ ബാങ്കിങ് ഉണ്ടാവും. അത് നമ്മുടെ മൊബൈൽ തന്നെയാണ് ആപ്ലിക്കേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്രെഡിബിൾ പിന്നെ ക്രെഡൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് കുറേ കൂടി സെക്യൂറാണ്. രണ്ടാമത്തത് ഓൺലൈൻ ബാങ്കിങ് ആണ്. അത് നമ്മൾ സിസ്റ്റത്തിൽ കയറി, സൈറ്റിൽ കയറി നമ്മൾ പോകുന്നതാണ്. ആ രീതിയിൽ നമ്മൾ പോകുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഇത് തീർച്ചയായിട്ടും ഈ ബാങ്കിൻ്റെ സൈറ്റ് തന്നെയാണ് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഒരു കാര്യം പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഒരു ബാങ്കും നിങ്ങളോട് ഏതെങ്കിലും രീതിയിൽ പിൻ നമ്പറോ OTPയോ ചോദിക്കാറില്ല. അങ്ങനെ ചോദിക്കുന്നെങ്കിൽ അത് തട്ടിപ്പാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള പല പല തട്ടിപ്പുകളിൽ ഒന്നാണ്, ഇപ്പോൾ ഈ നമ്മുടെ അക്കൗണ്ടിലേക്ക് ബൈ മിസ്റ്റേക്ക് പൈസ വരിക എന്നുള്ളത്. പലരുടെയും അക്കൗണ്ടിൽ ഇങ്ങനെ പൈസ വരാറുണ്ട്. വന്നു കഴിഞ്ഞാൽ പലരും ആ വെറുതെ കിട്ടിയതാണെന്നുള്ള രീതിയിൽ വെക്കാറും മിണ്ടാതിരിക്കാറും ഒക്കെയുണ്ട്. ഞാൻ ബാങ്കിലുണ്ടാകുന്ന സമയത്ത് ഇത്രയും ഒരുപാട് കേസസ് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ശരിക്കും മിസ്റ്റേക്കായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇപ്പം ബൈ മിസ്റ്റേക്ക് നമ്മളൊരു അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ATM മെഷീനിൽ പോയി പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഒരു നമ്പർ അടിക്കുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായും വേറെ ആളുടെ അക്കൗണ്ടിലേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ മിണ്ടാതിരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് ക്രിമിനൽ ഒഫൻസാണ്. അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം 2 വർഷം വരെ തടവും ഫൈനും ഒക്കെ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണ് അയാളെ പൈസ ഉപയോഗിക്കാമെന്നുള്ളത്. അങ്ങനെ പലരുടെ പേരിലും കേസ് എടുക്കേണ്ടി വന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി രണ്ടാമത്, അതിപ്പം അയാളുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്കായിട്ട് വരുന്നതാണ്. ഇപ്പം ഇത്തരം ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഒരാളുടെ അക്കൗണ്ടിലേക്ക് തെറ്റായി പൈസ വരുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ ഡെപ്പോസിറ്റർ തെറ്റി വരുന്നത്. 2, ബാങ്കിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് വരാം. ബാങ്കിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് പൈസ വന്നു കഴിഞ്ഞാൽ ബാങ്കിന് അത് റിവേഴ്സ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷേ വേറൊരാൾ ഡെപ്പോസിറ്റർ വഴി വന്ന പൈസ ബാങ്കിന് റിവേഴ്സ് ചെയ്യാനുള്ള അധികാരമില്ല. അതിന് ഈ പൈസ കിട്ടിയിട്ടുള്ള ആൾ തന്നെ പെർമിഷൻ കൊടുക്കണം. കാരണം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് പൈസ കിട്ടാനുള്ളതാണോ അല്ലേ എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ബാങ്കിന് അത് റിവേഴ്സ് ചെയ്യാനുള്ള അധികാരമില്ലാത്തത് കൊണ്ട് ഈ പൈസ കിട്ടിയ ആൾ തന്നെ കൊടുക്കണം. ഇനി ഈ തട്ടിപ്പിൻ്റെ പുതിയ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കയ്യിലേക്ക് ഈ പറയുന്ന അക്കൗണ്ട് വന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ വേറെ ആരെങ്കിലും വിളിക്കും, അയ്യോ ഞാൻ ഇങ്ങനെ മിസ്റ്റേക്കായിട്ട് കുറച്ച് പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്, അത് ഇന്ന അക്കൗണ്ടിലേക്ക് തിരിച്ചയക്കണം എന്ന് പറഞ്ഞാൽ അതൊരു തട്ടിപ്പിൻ്റെ വേറൊരു മുഖമാണ്. ഒരുപക്ഷെ നമ്മൾ ഈ പൈസ തിരിച്ചയക്കുന്ന ആളുകളെ ആ അക്കൗണ്ട് അത് ഏതെങ്കിലും മയക്കുമരുന്നിൻ്റെ ശൃംഖലയിൽപ്പെട്ട ആൾക്കാരോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ ഇട്ട അയാൾ ഇതിൻ്റെ ഉപയോഗത്തിന് വേണ്ടി കൊടുക്കേണ്ട പൈസയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ പൈസ അയാൾ അങ്ങോട്ട് കൊടുക്കുക വഴി ഇയാൾ ഈ പറയുന്ന മയക്കുമരുന്നിൻ്റെ ശൃംഖലയിലുള്ള ഒരാളായി മാറുകയും ഇയാൾക്കെതിരെ കേസ് വരികയും ചെയ്യും. എന്താണ് നമ്മൾ ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത്? നമ്മളടുത്തേക്കൊരു പൈസ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഒന്ന് ബാങ്കിനെ ഒഫീഷ്യലി അറിയിക്കണം. നമ്മളടുത്ത റെക്കോർഡ് ഉണ്ടാവണം നമ്മൾ ബാങ്കിനെ അറിയിച്ചു എന്നുള്ളത്. 2, നമ്മൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. പോലീസിൻ്റെ ക്രൈം പ്ലാറ്റ്ഫോം ഉണ്ട്.
അതിൽ കയറി ദുബായ് പോലീസിൻ്റെ ആണെങ്കിലും ഏത് എമിറേറ്റ്സിലെ ആണെങ്കിലും അവിടെ കയറി നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാം. ഇതൊന്നും കഴിഞ്ഞില്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. നമ്മളെടുത്ത് ഇത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ കോപ്പി എപ്പോഴും ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഇത് പിന്നീട് നമുക്ക് ഇതിൻ്റെ പേരിൽ കേസൊക്കെ വരുന്നൊരവസ്ഥയുണ്ട്. ഇതുപോലെ സംഭവിക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ പ്രധാനമായും നമ്മൾ ഈ ഓൺലൈൻ ട്രാൻസാക്ഷനിൽ മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും നമ്മളുടെ OTP ആർക്കും കൊടുക്കരുത്. ഒരു ഉദാഹരണം കൂടി പറയാം. ഹാക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനൽ സംഘമാണ്. അടുത്ത കാലത്ത് നമ്മുടെ ഒരു കസ്റ്റമർ, ഒരു ക്ലയൻറ്റ്, അവർക്ക് ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലും പബ്ലിക് പ്രോസിക്യൂഷനിലൊക്കെ പോയതാണ്. ഒരു ദിവസം അവർക്കൊരു മെസ്സേജ് വന്നു, UAE പാസ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, അതിലെ UAE പാസിൻ്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ നിന്നാണ് വിളിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ നിലവിൽ ഇവർക്ക് കേസുള്ളതുകൊണ്ട് അവരത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ഈ UAE പാസിൻ്റെ 3 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ അവർ പറയുന്ന ആ നമ്പർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി ഇവരുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 42,000 ദിർഹംസ് പോയി കിട്ടി. ഇവിടെ ബാങ്കിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, ബാങ്കിനൊന്നും ചെയ്യാനില്ല. കാരണം നമ്മളാണ് ആ താക്കോൽ കള്ളന് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഓൺലൈനിൽ വരുന്ന ഒരു റിക്വസ്റ്റും ഒരിക്കലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അത് ആണെങ്കിൽ അത് ഒറിജിനൽ ആണെങ്കിൽ പോലും നമ്മൾ ആ നിമിഷം അതിന് മറുപടി കൊടുക്കാതെ അല്ലെങ്കിൽ ആൻസർ ചെയ്യാതെ അതൊന്ന് അന്വേഷിച്ചിട്ട് ചെയ്യുക. കോടതിയാണെങ്കിൽ ശരി, ഞാൻ കോടതിയിലേക്ക് വരാം, അടച്ചോളാം എന്ന് പറയും. കാരണം ഇതിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ഈ പൈസ അടക്കാനും മറ്റുമൊക്കെ. അല്ലാതെ ഓൺലൈനിൽ തന്നെ അടച്ചോളണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പിലേക്ക് പോകാതിരിക്കാൻ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ്. നമുക്ക് പല ഓഫറുകൾ ചിലപ്പോൾ നമ്മുടെ ഫോണിൽ വരും. ഓക്കെ, ഇപ്പോൾ ആ ഓഫർ എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകളോ മറ്റോ ഓഫർ കൊടുക്കുന്നതായിട്ടൊക്കെ വരും. ഇനി അതല്ല, ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു കക്ഷിക്കുണ്ടായിരുന്ന അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളുടെ ഫാമിലി ഇവിടെ വന്നു, അവർക്ക് മിറാക്കിൾ ഗാർഡൻ കാണാൻ പോകണം. ഉടനെ തന്നെ പുള്ളി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി സെർച്ച് ചെയ്തു. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അവിടെ ഒരു മിറാക്കിൾ ഗാർഡൻ്റെ ഒരു ഓപ്ഷൻ കിട്ടി. അതിൽ കയറി പുള്ളി അതിൽ ടിക്കറ്റ് എടുത്തു. പക്ഷേ ആ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഈ ഡീറ്റെയിൽസ് കൊടുത്ത കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 92,000 ദിർഹംസ് പോയി. ഇത് നാം മനസ്സിലാക്കേണ്ടത് അവിടെ പറ്റിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോയിട്ടുള്ളത് ഒരു വ്യാജമായിട്ടുള്ള സൈറ്റിലേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും നിലക്ക് നമുക്ക് അതിൻ്റെ ലോഗോയോ മറ്റോ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം നാം ഒരിക്കലും അത്തരം ചതിക്കുഴിയിൽ പെടാതെ ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം. ലൈഫ് ഓഫ് അറേബ്യ.